ആദ്യം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞത് ഞങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയെന്നാണ്. പിന്നെ അപകടം മനസ്സിലാക്കി UDFൻ്റെ കൺവീനർ പറഞ്ഞു ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ പോറ്റി വന്നു, എൻ്റെ സമ്മതത്തോടു കൂടിയിട്ടല്ലാന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം പോറ്റിയെ കയറ്റിയത് വ്യക്തമായും സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാര് പറഞ്ഞിട്ടാണ് പോയത്? ആദ്യം അതാണ് വ്യക്തമാക്കേണ്ടത്. പറഞ്ഞ മനസ്സിലായി. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരേണ്ടത്. അതെ, പ്രസാദം കൊടുക്കാനാണ്. അത് എൻ്റെ സമ്മതത്തോടു കൂടിയിട്ടല്ല എന്ന് പറഞ്ഞു. പിന്നീട് ആദ്യം പറഞ്ഞു ഞങ്ങളുടെ ശുപാർശ പ്രകാരമാണെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് ബ്രിട്ടാസ് ചില കാര്യങ്ങൾ കൊണ്ടുവന്ന ഘട്ടത്തിലാണ് ഇയാൾ മലക്കം പറഞ്ഞത്. അപ്പോൾ പറഞ്ഞെടുക്കാൻ നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ ആദ്യം ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി പ്രതികൾ ഇപ്പം ജയിലിലാണ്. അതിൽ 2 പ്രതിയെ CPM-ഉമായിട്ട് ബന്ധപ്പെട്ടു, ബാക്കിയുള്ള 8 പ്രതിയും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാരും പറയുന്നേ ഇല്ല. ആഗോള സംഗമത്തിൻ്റെ 4 ദിവസം മുമ്പാണ് വീടം തട്ടിക്കൊണ്ടുപോയത്. ഏത് വീടോ? ദ്വാരപാലക വീടോ? അതാരാ അതിൻ്റെ പിന്നിലുള്ളത്? അതിശക്തമായ ചോദ്യം ചെയ്യൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തണം. ആരുടെ പ്രേരണയിലാണ് ഈ പീഠം കട്ടുകൊണ്ടുപോയത്? അതല്ലേ ആരംഭം, ഫസ്റ്റ് അതല്ലേ. പിന്നെ രണ്ടാമതുള്ള പ്രശ്നം ആദ്യം കണ്ടത് ഒരു നേതാവ് എന്നുള്ള നിലയിൽ ആദ്യം കണ്ടത് പോറ്റി സോണിയാഗാന്ധിനെയാണ്. അതിനല്ലേ ഉത്തരം പറയേണ്ടത്. അന്വേഷണത്തിൻ്റെ ഭാഗമായി ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചു. ഞാൻ തന്നെ ഇവിടെ നിന്ന് നിങ്ങളോട് പറഞ്ഞതാണ്, CPM-ൽ ആളുണ്ടെങ്കിൽ അവരെയും ജയിലിലേക്ക് കൊണ്ടുപോകുമെന്ന് ഞാൻ പറഞ്ഞതാണ്, നിങ്ങളോട് പറഞ്ഞതാണ്. കോൺഗ്രസ്സുകാർ പ്രതികളുണ്ടെങ്കിൽ അവരെയും പിടിക്കും, BJP-ക്കാർ പ്രതികളുണ്ടെങ്കിൽ അവരെയും പിടിക്കുമെന്ന് വ്യക്തമായി ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവർക്കാണെങ്കിൽ ബൂമറങ്ങാവത്. ആദ്യം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, സോണിയാഗാന്ധിയെ കാണാൻ എന്തിനു പോയി? ആര് പറഞ്ഞിട്ടാണ് സോണിയാഗാന്ധിൻ്റെ അടുക്ക സോണിയാഗാന്ധിയെ കാണാൻ പോയത്? സോണിയാഗാന്ധി പറഞ്ഞിട്ടാണോ? അല്ല മറ്റാരെങ്കിലും പറഞ്ഞാണോ? അതാദ്യം പറയണം. പീഠം ആരാണ് കട്ടത്? അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ആരാണ് അതിൻ്റെ പിന്നിലുള്ളത്? ഈ 2 കാര്യങ്ങൾക്കാണ് ആദ്യം മറുപടി പറയേണ്ടത്. ബാക്കി അന്വേഷണം ഗവൺമെൻറ് ശക്തമായിട്ട് നടത്തുന്നുണ്ട്. അന്വേഷണം മോശമാണ് എന്ന് ഒരാളും പറയില്ല. ഭരണപക്ഷവും പറയില്ല, പ്രതിപക്ഷ നേതാവും പറയില്ല. ശക്തമായിട്ടുള്ള അന്വേഷണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് നടക്കട്ടെ. അല്ല, അതാ SIT തീരുമാനിക്കണ്ട, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. മോഹമല്ല, ബാക്കിയുള്ള 40 സീറ്റ് ആരാണെന്നുള്ളത് ആദ്യം പറയണം. 100 സീറ്റ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ 40 സീറ്റ് LDF-നാണ്. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ആ 40 സീറ്റിൽ വേറെ നോക്കേണ്ടതില്ലല്ലോ. ബാക്കിയുള്ള 100-നകത്ത് നോക്കിയാൽ പോരെ. അത് ആദ്യം പറയാം. ബാക്കി തൃത്താലയും കിട്ടും. മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നല്ലാതെ എന്ത് പറയാനാണ്? ഇങ്ങനെ ഇതില്ലേ, ഈ ചില ജീവികൾ ഈ വികാരം ഇങ്ങനെ കരഞ്ഞു തീർക്കുമെന്ന് പറയാറുണ്ട്. പറഞ്ഞ മനസ്സിലായില്ല. ചില ജീവിൻ്റെ പേരൊന്നും ഞാൻ പറയത്തില്ല. അല്ല, ഞങ്ങൾ 2 പ്രാവശ്യം മത്സരിച്ച ആൾക്കാർ മത്സരിക്കണ്ട എന്നുള്ള ശക്തമായ നിലപാടിനോടൊപ്പം നിന്നൊരാളാണ് ഞാൻ. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആ നിലപാട് പാർട്ടി മാറ്റിയിട്ടില്ല. കർശനമായിട്ട് പാലിക്കും എന്നുള്ളതിൻ്റെ പിന്നെ വിശദാംശത്തെ സംബന്ധിച്ച് എനിക്ക് പറയാൻ ഇപ്പോൾ പറ്റില്ല. കാരണം അനിവാര്യമായ സാഹചര്യത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട CM പിന്നെ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് എക്സംഷൻ ആവശ്യമായിട്ട് വരും. അനിവാര്യമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകുമ്പോൾ എക്സംഷൻ കൊടുക്കും. പക്ഷേ പൊതുവിൽ 2 പ്രാവശ്യം മത്സരിച്ച ആൾക്കാർ മത്സരിക്കണ്ട എന്നുള്ളതാണ് പാർട്ടിയുടെ പൊതു തീരുമാനം. ആ തീരുമാനത്തോട് കേരള ജനതയും അതുപോലെ തന്നെ പൊതുസമൂഹവും യോജിച്ചു എന്നുള്ളതിൻ്റെ നല്ല തെളിവാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള 99 സീറ്റ്. മറ്റൊരു വിഷയം, ഇപ്പോൾ വെള്ളാപ്പള്ളി നിരന്തരമായിട്ടൊരു വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു. പക്ഷെ അതിനെ CPM കാര്യമായി എതിർക്കുന്നില്ല, ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും എതിർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല നിലപാടിനോട് യോജിപ്പില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ
സെക്രട്ടറി CPM-ൻ്റെ സെക്രട്ടറി സൂചിപ്പിച്ചിട്ടുണ്ട്, MA ബേബിയും സൂചിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ പൊതുവിൽ മുസ്ലിം സമുദായത്തിനെതിരായിട്ടല്ല, ലീഗിനെതിരായിട്ടാണ് എന്നുള്ളതാണ് അദ്ദേഹം ക്ലാരിഫിക്കേഷൻ കൊടുത്തത്. അപ്പോൾ ബാക്കിയുള്ള കാര്യത്തെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ വ്യക്തമാക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറഞ്ഞ പല നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞതാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിനുള്ള അഭിപ്രായം പറയാനുള്ള അവകാശം, സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതല്ല. ലീഗിൻ്റെ തന്നെ ഒരു നേതാവ് എന്താ പറഞ്ഞത്? മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കുന്ന. അപ്പോൾ എത്ര ജമാഅത്തേക്കാളും വൃത്തികെട്ട രൂപത്തിലല്ലേ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പ്രതികരിക്കുന്നത്? വെള്ളാപ്പള്ളി ഇതിൽ അഭിനന്ദിക്കുന്നു, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി BJP-യോട് എടുക്കണോ? അതെനിക്ക് പറയാൻ പറ്റില്ല, വെള്ളാപ്പള്ളിയോട് ചോദിക്കണോ. അല്ല, ഇപ്പൊ നിലപാടുകളും പ്രസ്താവനകളൊക്കെ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളുടെ രാഷ്ട്രീയം വിലയിരുത്തുന്നത് അയാളുടെ നിലപാടിലൂടെ. അല്ല, അതെനിക്കറിയില്ല. അത് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി ആ നിലപാടിൻ്റെ പല ഭാഗങ്ങളോടും പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് അദ്ദേഹം ക്ലാരിഫിക്കേഷൻ കൊടുത്തു എങ്കിൽ പോലും അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന ശക്തമായിട്ടുള്ള നിലപാടാണ് പാർട്ടിക്കുള്ളത്. ബാക്കിയുള്ളത് അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹം പറയുന്നത് പറയേണ്ടതെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? പക്ഷേ അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ലീഗാണ്, ലീഗിൻ്റെ നേതൃത്വമാണ്. അതാദ്യം മനസ്സിലാക്കണം. വെള്ളാപ്പള്ളിയെ തങ്ങൾ കാറിൽ കയറ്റി കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെയാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. വെള്ളാപ്പള്ളിയെ കൊണ്ടാണ് അത് ബിനോയ് വിശ്വനും CPM-ഉം രണ്ട് പാർട്ടിയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പ്രത്യയശാസ്ത്രപരമായി, രാഷ്ട്രീയമായി, സംഘടനാപരമായി ഞങ്ങൾ തെറ്റിപ്പിരിഞ്ഞവരാണ് 1964. മനസ്സിലായോ? അപ്രശ്നം പല രൂപത്തിൽ അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ രണ്ടഭിപ്രായം ഉണ്ടാവും. അത് അയാൾക്ക് പറഞ്ഞൂടെ? അയാൾക്ക് പറയാൻ പാടില്ല, ഞങ്ങളെങ്ങനെയാണ് പറയുക? എന്നാൽ ഞങ്ങളും പറയും. അതിൻ്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിസ്ഥാന തത്വങ്ങളെ ബലികഴിച്ചുകൊണ്ട് അവരും പറയില്ല, ഞങ്ങളും പറയില്ല. അതുകൊണ്ടെന്താ? അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തെ ഞങ്ങളാരും പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറയാൻ പാടില്ല എന്നും അദ്ദേഹത്തിൻ്റെ വായ മൂടിക്കെട്ടാൻ ഞങ്ങൾക്ക് അധികാരമില്ല. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനോട് ഞങ്ങൾക്കുള്ള വിയോജിപ്പും ഞങ്ങൾ പ്രകടിപ്പിച്ചു. ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പറയുന്നത്.